16ാം നിയമസഭയുടെ പ്രോടേം സ്പീക്കറായി CPM വിട്ടത്തെ ജി സുധാകരൻ ചുമതലയേറ്റു. ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെ നിയമസഭയിൽ ജി സുധാകരന് മുന്നിലാണ് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുക. 16ാം നിയമസഭയിലെ മുതിർന്ന അംഗമെന്ന നിലയിൽ ജി സുധാകരനെ പ്രോടേം സ്പീക്കറാക്കാൻ ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPM വിട്ട് അമ്പലപ്പുഴയിൽ നിന്നും സ്വതന്ത്രനായി വിജയിച്ച ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. നാളെ നിയമസഭയിൽ പ്രോടേം സ്പീക്കർക്ക് മുന്നിലാണ് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുക. CPM-നെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ജി സുധാകരൻ പാർട്ടി വിട്ടത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയ ജി സുധാകരന് UDF പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ജി സുധാകരനെതിരെ കടുത്ത വിമർശനമാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നടത്തിയത്. അതേ ജി സുധാകരന് മുന്നിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM MLA-മാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും എന്നതാണ് കൗതുകം. ആരുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ആര് ചെയ്യുന്നു എന്നുള്ളതല്ല. ആരാണോ സഭയെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്, സഭ തീരുമാനിച്ചല്ല ക്യാബിനറ്റ് തീരുമാനിച്ചത്, ആ ആടിൻ്റെ മുമ്പിൽ എല്ലാ മെമ്പർമാരും സത്യപ്രതിജ്ഞ ചെയ്യണം. അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. എന്നിട്ടല്ല പിണറായി വിജയനെന്നോ ജി സുധാകരനെന്നോ അതിനകത്ത് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. മറ്റന്നാളാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് ഭരണപക്ഷത്തെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥികൾ. പ്രതിപക്ഷവും സ്ഥാനാർത്ഥികളെ നിർത്തും. മീഡിയ 1 തിരുവനന്തപുരം.